ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് ഈന്തപ്പഴം. അന്നജവും മിനറലുകളും നാരുകളും ആന്റി ഓക്സിഡന്റുകളും ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിൽ ധാരാളം നാരുകൾക്ക് പുറമെ ബി വൈറ്റമിനുകളായ റൈബോഫ്ലേറ്റിനും നിയാസിനും തയാമിനും പിന്നെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. നാരുകൾ ധാരാളമുള്ള ഈന്തപ്പഴം മലബന്ധം അകറ്റാൻ ഏറെ മികച്ചതാണ്. ഇവ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം കഴിച്ചാൽ ഗുണം ഇരട്ടി ലഭിക്കും. ഈന്തപ്പഴത്തിലെ കാൽഷ്യവും മറ്റു മിനറൽസും എല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും ഈന്തപ്പഴം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈന്തപ്പഴം. ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ഈന്തപ്പഴം ഗുണം ചെയ്യും. ഈന്തപ്പഴത്തിൽ ഫാറ്റ് കുറവായതിനാൽ കൊളസ്ട്രോൾ അളവ് ബാലൻസ് ചെയ്യുന്നു. മാത്രമല്ല, എനർജി വർദ്ധിപ്പിക്കാനും ഈന്തപ്പഴം സഹായിക്കും. ധാരാളം ഫൈബർ അടങ്ങിയ പഴമായതിനാൽ ദഹനപ്രശ്നമുള്ളവർ ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇത് ദഹനപ്രക്രിയ സുഗമമാക്കും. പ്രോട്ടീൻ അടങ്ങിയതിനാൽ പേശികളുടെ ബലത്തിനും ഈന്തപ്പഴം സഹായിക്കും. അനീമിയ, ഹൃദ്രോഗങ്ങൾ, മലബന്ധം തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈന്തപ്പഴം പരിഹാരം കാണുമെന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഈന്തപ്പഴം മികച്ചതാണ്. വൈറ്റമിൻ സി, ഡി എന്നിവ അടങ്ങിയതിനാൽ ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്തും. ലോലമായ ചർമ്മം സാധ്യമാക്കും. ചുളിവുകൾ കുറയ്ക്കാനും മെലാനിൻ അടയുന്നത് തടയാനും ഇത് സഹായിക്കുന്നു. ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനാൽ പ്രമേഹ രോഗികൾ ഈന്തപ്പഴം അമിതമായി കഴിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചില ഈന്തപ്പഴങ്ങളിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. പക്ഷേ ഒട്ടുമിക്കവയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഈന്തപ്പഴത്തിന്റെ അമിത ഉപയോഗം ശരീരഭാരം കൂട്ടുന്നതായും ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അമിതമായി ഈന്തപ്പഴം കഴിക്കുന്ന ചിലരിൽ ഗ്യാസും പുളിച്ചു ദഹനവും ഉണ്ടാക്കുന്നതായും കണ്ടുവരുന്നു. ദഹിക്കാൻ സമയമെടുക്കുന്നതിനാൽ കൊച്ചുകുട്ടികൾക്ക് ഈന്തപ്പഴം മുഴുവനായി കൊടുക്കുന്നതിനെയും ആരോഗ്യ വിദഗ്ധർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ്. ആരോഗ്യപരമായ ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒരു ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്.